കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബുള്ളറ്റ് കത്തിച്ചു. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ അജ്ഞാതർ കരിയോയിൽ വെച്ചിട്ടുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ട ചെയ്തു. ഷിജോ, പറയൂ, ആർക്കായിരിക്കും ഇത്രത്തോളം വൈരാഗ്യം പോലീസുകാരനോട്? സോഹല, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വിവേകിന്റെ ഒരു ബുള്ളറ്റ് അജ്ഞാതർ വീട്ടിലെത്തി കത്തിച്ചത്. ഈ 12 മണിയോടുകൂടി വീടിന്റെ മുമ്പിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയർന്നത് കണ്ട് വിവേകും മാതാപിതാക്കളും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ബുള്ളറ്റ് അഗ്നിക്കിരയായത് കണ്ടത്. അത് മാത്രമല്ല, ഇറങ്ങി വന്നപ്പോൾ ഈ വീട്ടുകാർ 3 പേരും വീടിന്റെ സിറ്റ് ഔട്ടിൽ കരിയോയിൽ വീണു പോവുകയും ചെയ്തിരുന്നു. അതായത് വീടിന്റെ മുമ്പിൽ സിറ്റ് ഔട്ടിൽ കരിയോയിലും ഒഴിച്ചിരുന്നു. അത് മാത്രമല്ല, ഒരു രണ്ട് ഭീഷണി കത്തുകൾ കൂടി വീടിന്റെ സമീപത്ത് നിന്ന് പുലർച്ചെ വിവേകിന് ലഭിക്കുകയും ചെയ്തു. ഇതിനകത്ത് പറയുന്നത്, ഈ ഭീഷണി കത്തിൽ പറയുന്നത്, 2 വർഷം മുമ്പ് വിവേക് അടൂർ പോലീസ് ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൊല്ലം പുനലൂരിൽ എസ് എൻ കോളേജിൽ ഈ പറയുന്ന SFI യൂത്ത് കോൺഗ്രസ് KSUമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് അതിന് തുടർച്ചയെന്നോണം SP ഓഫീസിലേക്ക് മാർച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോൾ വിവേക് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രവർത്തകരെ വിവേക് മർദ്ദിച്ചിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് ഈ ബുള്ളറ്റ് കത്തിച്ചതെന്നും ഇനി കാണിച്ചു തരാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഭീഷണി കത്ത് കൂടി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിവേകിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി അതിനകത്തുണ്ട്. കാരണം ഈ മറ്റ് പല ലീലാവിലാസങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ചില വാചകങ്ങൾ കൂടി ആ കത്തിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ബുള്ളറ്റ് കത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.